ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മന്ത്ലി പർച്ചേസിങ് ഡേറ്റ് ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് വെളിയിൽ പോകാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ ഇന്ത്യൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അല്ലാതെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ടെസ്കോ അല്ലെങ്കിൽ ലിഡിൽ അല്ല അസ്ഡേന്നായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇന്ന് അച്ഛൻ ഇന്ന് ഓഫാണ്. അതുപോലെ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, അവൾക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല. അപ്പം ഞങ്ങൾ എല്ലാം കൂടെ ഇന്ന് വെളിയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. അപ്പം ബാക്കി നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. ചേച്ചിയമ്മേ, നമ്മൾ ഏത് കടയിലോട്ടാ പോകുന്നേ? നമുക്ക് ടെസ്കോയിൽ പോവാം. ഞാൻ വന്നിട്ട് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോയില്ലല്ലോ. നിന്നെ കട കൊണ്ടുപോവാ, പക്ഷെ കട കാണാൻ മാത്രം ചെയ്യാവുന്നു. പൊന്നോ ഒടുക്കത്താ. പിന്നെ അച്ഛൻ ഞാൻ വണ്ടി വന്നോ നോക്കട്ടെ കേട്ടോ. എന്താ നല്ല മഴയാണല്ലോ ഇന്ന്. കുഴപ്പമില്ല, ഇത് എന്നാ ഒരു മഴയായത്, ഇന്ന് മഴയും തണുപ്പല്ലേ. നമ്മുടെ റോസച്ചെടി എല്ലാം ദേ മഴയത്ത് ആടി ഒരു പരിപാടിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ബ്യൂമോൺലൈസിലെത്തി. ഇവിടെ ഇപ്പോൾ ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് വിന്ററിന്റെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ നമുക്ക് ഓഫറിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കാമെന്ന് കരുതി. മാസമാണെങ്കിൽ മഴയൊക്കെ നനഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമുക്ക് പോയ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞങ്ങൾ ടെസ്കോയുടെ ഫ്രണ്ടിലെത്തി. നമ്മൾ ടെസ്കോയിലോട്ട് ഇനി കയറാൻ പോവാണ്. അവിടെ എന്താണ് എൻട്രി പോയിന്റ് ഉള്ളത്, നമുക്ക് അങ്ങോട്ട് പോവാം. ദിവാലിയുടെ ഒക്കെ എന്തൊക്കെയോ ഓഫറുണ്ട്. ഫ്രൈഡേ 1 നവംബർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്നാ ഓഫർ ഉണ്ടെന്ന്. എന്തോ ചേച്ചി അനിയത്തിയും കൂടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അത് ശരി. അതുകൊണ്ടാ അവിടെ കുറെ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്. ഇതിനെക്കൂട്ടി ഇപ്പൊ ചാടി വീഴുമെന്ന് തോന്നുന്നു കാണുമ്പോ. ഇങ്ങോട്ട് നോക്കി ചുറ്റുമോളെ. രണ്ടുപേരുടെയും നോട്ടം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം വാങ്ങിക്കുന്ന രീതിയിലാണല്ലോ നിൽക്കുന്നത്. ഇങ്ങനെ നടന്നാ മതിയോ? വല്ലതും എടുക്കണ്ടേ? കൊറേ ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. ടോയ്ലറ്റ് ടിഷ്യൂ കുറച്ച് നേരമായിട്ടെ ഞാൻ നോക്കുവായിരുന്നു, ഒരാളെ കാണുന്നില്ലേ. ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറേ നാളായിട്ട് ആളെ മിസ് ചെയ്യാം. കുഞ്ഞിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഒരാളെ മിസ്സായേ. എന്നാലും ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാന്ന് പറയുന്ന പോലെ. എന്നാ പരിപാടി? ഇത് കണ്ടോ? ജപ്പാനീസ് വിസ്കിയാ. അതിന് അല്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ജപ്പാനീസ് പറയാൻ പറ്റുമെന്നാണ്. അതായത് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഷയും പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. അത് ശരി. നമുക്ക് കഴിഞ്ഞില്ലേ കള്ള? അതെ, സ്മോൾ ബോട്ടിലുകൾ. എന്നാ പിന്നെ ചെറിയൊരു കുഞ്ഞു ബോട്ടിൽ മേടിച്ചാലോ? നമ്മൾ ഓൾറെഡി ജിന്ന് എടുത്തിട്ടില്ലേ? ജിന്നും എടുത്തിട്ടുണ്ട്, ഒരു സിഡറും എടുത്തിട്ടുണ്ട്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ ഇടിയപ്പം നോക്കിയ റൈസ് നൂഡിൽസ് എന്ന് പറഞ്ഞ് 2 പൗണ്ട് 200 രൂപ. വീട്ടിലുണ്ടാക്കാം. ഓഹോ, ഇതെന്താ ഇവിടെ രണ്ടുപേരും കൂടെ? ഞാനവിടെ ബീവറേജിന്റെ അവിടെ മറ്റേ ഇതിന്റെ അവിടെ പോയി നിൽക്കുമ്പോഴും നിങ്ങൾ തന്നെ അവിടെ ഓടിച്ചു വിടുമല്ലോ. ഞങ്ങൾ ഇവിടെയല്ല നിൽക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് ഇല്ലെമ്പോ കള്ളിന്റെ സെക്ഷൻ കാണുമ്പോൾ നീ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആകെ മടുത്തുപോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ മാക്ഡിയിൽ കയറാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഓരോ ചീസ് ബർഗർ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസ് ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ ഉള്ളത് ഒരു ക്രിസ്പി ഒരു ബേക്കൺ റോളാണ്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സ്ട്രോബെറി ഷേക്ക്. അച്ഛൻ തന്നെ വാങ്ങിയേ. ഞാനൊരു ഡൈക്കോക്ക വാങ്ങിയത്.
അപ്പോൾ ശരി ഗേസ് ഞങ്ങളെന്നാൽ ഇത് തീർക്കട്ടെ വേഗം. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഞങ്ങളാണ് മഴയിൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഫുൾ ഡേ അങ്ങനെ പോയല്ലേ ചോദിച്ചാൽ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെ നനഞ്ഞ് ഒരു കുളമായി. അപ്പോൾ പനി പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. ആ ചേച്ചിമ്മ ഞാൻ യുകെ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായില്ലേ, എന്നെ നിങ്ങൾ കടയിലൊക്കെ കൊണ്ട് റെഡി പറയടി. നീ നാച്ചുറൽ ആയിട്ട് നീ നാച്ചുറൽ ആയിട്ട് പറഞ്ഞത്. റെഡി വാ കേറിക്കോ. അതെ നീ നാച്ചുറൽ ആയിട്ട് നിനക്ക് എന്ത് വേണം ചോദിച്ചു. ആ ചേച്ചിമ്മ നമ്മളിന്ന് ഏത് കടയിലോട്ടാ പോകുന്നത്? സന്തോഷായല്ലോ.